ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ സാലിഹാണ്. അറേബ്യൻ ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മാട്ടുക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന, അതായത് അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു തൂക്കുപാലത്തിന് മുകളിലാണ്. ഇവിടുത്തെ നിന്ന് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഒരു റിസർവോയറും അതേപോലെ ഈ ഒരു വളരെ ഭംഗിയുള്ള ഒരു തൂക്കുപാലം നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അപ്പം ആ വീഡിയോയിലേക്ക് കിടക്കാൻ നിങ്ങൾ തീർച്ചയായും വീഡിയോ പൂർണ്ണമായും കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഒരു തൂക്കുപാലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന മാട്ടുക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് അയ്യപ്പൻ കോവിലിലെ ഈ തൂക്കുപാലത്തിൽ എത്താൻ സാധിക്കുന്നതാണ്. നിരവധി സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം ഇറങ്ങിയ അഭിയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെട്ടത്. പെരിയാർ നദിക്ക് കുറുകെയുള്ള ഈ തൂക്കുപാലം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം. അതുപോലെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറും കൂടി ചേരുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ വളരെ പുരാതനമായ ശ്രീധർമ്മശാസ്ത്ര എന്ന് പറയുന്ന ഒരു ക്ഷേത്രവും ഈ അയ്യപ്പൻ കോവിലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്തും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും തമ്മിലുള്ള ഒരു കണക്ഷൻ കൂടിയാണ് ഈ തൂക്കുപാലം. അയ്യപ്പൻ കോവിൽ ഭാഗത്തുള്ള ജനങ്ങൾക്ക് യാത്രാ സൗകര്യാർത്ഥമാണ് ഇങ്ങനെയൊരു തൂക്കുപാലം നിർമ്മിച്ചത്. ഏകദേശം 2013 കൂടിയാണ് ഇത് പൂർത്തിയായത്. അതുപോലെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ബോട്ടിംഗ് നടത്തുകയും ചെയ്യാം. നമുക്കൊരു ബോട്ട് കിട്ടിയിട്ടുണ്ട്, നമ്മളപ്പം ബോട്ടിലേക്ക് പോവുകയാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ മണ്ണിനെ തീർന്നു വയ്ക്കുന്ന ഒരു ദൃശ്യമാണ്. ഒന്നാമത് ഈ ഒരു ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ ഇങ്ങനെ കിടക്കുന്നത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഈ കാണുന്ന ഒരു തൂക്കുപാലം, ഈ തൂക്കുപാലം ഏകദേശം 200 മീറ്ററോളം നീളമുള്ള ഒരു തൂക്കുപാലമാണ്. 2013 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായ രീതിയിലുള്ള ഒരു സവാരി, ബോട്ട് സവാരി നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇങ്ങനെ പെരിയാറിനെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ ബോട്ട് മുമ്പോട്ട് പായുകയാണ്. അപ്പോൾ നല്ല അടിപൊളി തണുത്ത കാറ്റാണ് വരുന്നത്. ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഈ ഒരു ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൻ്റെ മനോഹാരിതയും അതേപോലെ പെരിയാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തന്നെ നമുക്ക് പോകാൻ സാധിക്കും. നല്ല അടിപൊളി ഒരു ബോട്ട് സവാരിയാണ്. നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായും ബോട്ട് സവാരി പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു അമ്പലമാണ് വളരെ പുരാതനമായ, ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം അതിനുശേഷം ഇത് 10-20 വർഷമായിട്ടുള്ളൂ പുതുക്കി പണിതിട്ട്. വെള്ളപ്പൊക്കം മാത്രമല്ല, ഡാം തുറന്നു വിടുന്ന സമയത്തൊക്കെ ഇത് പൂർണ്ണമായിട്ട് മുങ്ങുമെന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ആ ഭാഗമൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്, അത്രയും ഭാഗം. പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി ഹോം സ്റ്റേയും വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നു. ഇന്ത്യയിലെ ആധുനിക ഗോത്രവർഗമായ മന്നാൻ ഗോത്രവർഗവും അവിടുത്തെ രാജകുടുംബവും ഇപ്പോഴും ഇതിനോട് ചേർന്നുള്ള കോവിൽമലയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു
മുളങ്കാടാണ് ഈ കാണുന്നത്. നല്ല രസകരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ട് നമുക്കിവിടെ നിൽക്കാൻ. നല്ലൊരു കാറ്റ്, പ്രത്യേക ഒരു ഫീലാണ്. അങ്ങനെ അധികം ആളുകളൊന്നും എത്തിപ്പെട്ടിട്ടില്ലാത്ത, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളൊന്നും വന്നിട്ടില്ല ഇവിടെ. കാരണം അധികം ആളുകൾക്ക് അറിയത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ വരിക, കാണുക, പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കുകയും വേണ്ട. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Goodbye.